Hi friends, welcome to Jastonse PSC Mathsന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. മാത്സിൽ തന്നെയും നമ്മൾക്കറിയാം എക്സ്പോണൻസ് അല്ലെങ്കിൽ റൂട്ട്സ് ഒക്കെ നമ്മൾ കാണാനായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഒരു സെക്ഷനിൽ നമ്മൾക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത് PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾക്ക് കാണാൻ വളരെ സിമ്പിളാണ്. നമ്മൾക്ക് പക്ഷേ അറിയാതിരുന്നാൽ ബേസ് അറിയാതിരുന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു നഷ്ടമായി പോകും. കാരണം അത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇപ്പോൾ ഈ പ്ലസ് ഇവിടെ നമ്മൾക്കറിയാം കുറേ സ്ക്വയർ റൂട്ട്സ് തന്നിട്ടുണ്ട്. ആ സ്ക്വയേഴ്സ് റൂട്ട്സിൻ്റെ ഉള്ളിലുള്ള സംഖ്യകൾ വീണ്ടും അവിടെ ഒരു പ്ലസ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ പ്ലസ് ഒക്കെ വന്നിട്ടുണ്ട് ഡിഫറെൻ്റ് സംഖ്യകളുമാണ്. സംഖ്യകൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ റൂട്ട്സ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 4 ടൈപ്സ് ഉണ്ട്. ആ 4 ടൈപ്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. കറക്റ്റായി സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾക്ക് ചോദിക്കുക. ഓക്കെ, അവിടെ എങ്ങനെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യകൾ ഇവിടെ വ്യത്യസ്തമായ സംഖ്യകളാണ് അല്ലേ. ഇതേ മെത്തേഡ് ക്വസ്റ്റ്യനിൽ സംഖ്യകൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇപ്പോൾ 10, 25, 108 എന്ന് പറയുന്നതിന് പകരം എല്ലാറ്റിലും 9 ആണെന്ന് വിചാരിക്കൂ, അല്ല 3 ആണെന്ന് വിചാരിക്കൂ, അല്ല 2 ആണെന്ന് വിചാരിക്കൂ. എന്തായിരിക്കും ആൻസർ? അത് നമ്മൾക്കറിയണം അല്ലേ. ഇനി എല്ലാറ്റിലും സെയിം സംഖ്യയായി, പക്ഷേ ഇവിടെയുള്ള ചിഹ്നം എന്ന് പറയുന്നത് പ്ലസിന് പകരം മൈനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? എല്ലാം വെവ്വേറെ മെത്തേഡിലാണ് ആൻസർ ചെയ്യുക. ഇനി പ്ലസ് മൈനസ് സൈൻ ഒന്നുമില്ല, ജസ്റ്റ് റൂട്ട് 10 വെറും റൂട്ട് 10 മാത്രം എങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ്, പക്ഷേ ഭയങ്കര എന്താന്ന് പറയുക സില്ലി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എങ്കിൽ നോക്കിക്കോളൂ. റൂട്ട് ഓഫ് 10 പ്ലസ് റൂട്ട് ഓഫ് 25 പ്ലസ് റൂട്ട് ഓഫ് 108 പ്ലസ് റൂട്ട് ഓഫ് 154 പ്ലസ് റൂട്ട് ഓഫ് 225. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ ബ്രാക്കറ്റ് പഠിച്ചു അല്ലേ. ആദ്യം നമ്മൾ ബോർഡ് മാസ് പഠിക്കുന്ന ടൈമിൽ പഠിച്ചു. ആദ്യം ബ്രാക്കറ്റ്, ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു ബ്രാക്കറ്റ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും അകത്തുള്ളത് ഏതാണോ അത് ചെയ്യും. എന്നിട്ടാണ് ഈ ബ്രാക്കറ്റിനകത്ത് വരുന്നത്, എന്നിട്ട് ഇതിനകത്ത് ചെയ്യും. ദെൻ ഏറ്റവും വലിയ ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും താഴെ ഏറ്റവും ചെറുതായി കിടക്കുന്നത് അകത്ത് കിടക്കുന്നത് ഏതാണോ അതാണ് ആദ്യം ചെയ്യുക എന്നല്ലേ. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ റൂട്ട്സിൻ്റെ ഉള്ളിലുള്ളതും. റൂട്ട്സിൻ്റെ ഉള്ളിൽ ഏറ്റവും പുറമേ കിടക്കുന്നത് ഇപ്പോൾ ഏതാണ്? ഏറ്റവും ഉള്ളിലായി കിടക്കുന്നത് ഏതാണ്? ഇത് വലിയ റൂട്ടാണ്. ഈ വലിയ റൂട്ടിൻ്റെ ഉള്ളിലാണ് വേറെ റൂട്ടുകളുള്ളത്. ഈ റൂട്ടിൻ്റെ ഉള്ളിൽ വേറൊരു റൂട്ട്. അപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്ന് പോകുമ്പോഴാണ് ഏറ്റവും അകമേ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് റൂട്ട് 25. അത് എവിടെയായിരിക്കും? ഏറ്റവും അവസാനം കിടക്കുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് നോക്കിക്കേ. ഇവിടെ റൂട്ട് 25 എന്ന് കാണുന്നു. ദെൻ റൂട്ട് 4 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ ആൻസർ ചെയ്യുക? ഇതിനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? നമ്മൾക്കറിയോ റൂട്ട് 24, ഈ റൂട്ടിന് അകത്ത് 24 റൂട്ട് 4. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് നോക്കുമോ? ഇത് രണ്ടും കൂടെ ചെയ്യുക? ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാദ്യം നമ്മൾക്ക് എന്താണ് ആവശ്യം? ഈ റൂട്ട് 4ൻ്റെ ആൻസർ ആവശ്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ റൂട്ട് 4 ആദ്യം കാണും, 2 എന്ന് കാണും. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ റൂട്ട് 4ൻ്റെ ആൻസർ 2 എന്ന് കാണും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ഇനി ഈ 2വിനെ നമ്മൾ എന്ത് ചെയ്യും? 24ൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണാം. അപ്പോൾ 25 പ്ലസ് 2, അപ്പോൾ 27ൻ്റെ റൂട്ട് കാണും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ആദ്യം ഏറ്റവും അവസാനം കിടക്കുന്നത് ആദ്യം കണ്ടിട്ട് പിന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? റൂട്ട് 225 ആൻസർ കാണുന്നു. എന്താ റൂട്ട് 225? ഏതിൻ്റെയാണ്? 225ൻ്റെ വർഗ്ഗമൂലം ഏതാണ്? 15 ആണല്ലേ. 15ൻ്റെ സ്ക്വയർ റൂട്ടാണ് 225 എന്ന് പറയുന്നത്. അപ്പോൾ 15 പ്ലസ് 154 ചെയ്യുന്നു. ഇതിൻ്റെ ആൻസർ നമ്മൾക്ക് കിട്ടി ഇല്ലേ. എങ്കിൽ നമ്മൾക്ക് റൂട്ട് 154ൻ്റെ കൂടെ ഈ റൂട്ട് ഓഫ് 225ൻ്റെ ആൻസർ 15 ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആൻസർ കാണുന്നു. ഇതിൻ്റെ ആൻസർ എന്താ? റൂട്ട് 154 പ്ലസ് 15 എന്താ വരിക? 169. 169ൻ്റെ റൂട്ട് എന്താണ്? നമ്മൾക്കറിയാം 13 ആണെന്നല്ലേ.
ഈ 13ന്റെ ആൻസർ നമ്മൾക്ക് എവിടെ കിട്ടുന്നത്? ഈ ഒരു പോർഷനിലാണ്, ഈ ഒരു പോർഷൻ. അപ്പോൾ അത് അവിടെ ഇട്ട് കൊടുക്കുന്നു. അതവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ളത് എന്താ? √108 പ്ലസ് ഇവിടെ നമ്മൾക്ക് കിട്ടിയത് എന്താ? ഇതിൻ്റെ ആൻസർ എന്താണ്? 13. 13 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 121 വരും. √121. 121ന്റെ റൂട്ട് എന്താണ്? 11 ആണ് അല്ലേ? അപ്പോൾ ആ 11 നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ആ 11 എന്ന് പറയുന്നത് ഏതിൻ്റെ ആൻസറാണ്? ഇതിൻ്റെ ആൻസറാണ്. ഇത് മുഴുവനായിട്ടുള്ളതിൻ്റെ ആൻസറാണ് 11. ഈ 11ന് നമ്മൾ ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? √25ന്റെ കൂടെയാണ് നമ്മൾ ഇനി ആദ്യം എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അപ്പം √25 പ്ലസ് ഈ 11 വീണ്ടും നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, കാരണം നമ്മൾ ഈ പോർഷനല്ലേ കണ്ടത്, പിന്നെ ഇത് 121ന്റെ റൂട്ടായിട്ടല്ലേ ഇവിടെ കണ്ടത്. അപ്പം അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് √36 കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പം ഇതുവരെയുള്ള പോർഷൻ കിട്ടി √36 ആണ്. അപ്പം എന്താണ്? 6 എന്നുള്ളത് ആൻസർ വന്നു. ഇതിൻ്റെ ആൻസർ എന്താണ്? 6. ഇനി ഇതിനെ നമ്മൾക്ക് ഇതിലൂടെ ആഡ് ചെയ്യണം. അപ്പം √10 പ്ലസ് ഇവിടെ നമ്മൾ എന്താ ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത്? 6. അപ്പം എന്താ? √16. √16 എത്രയാണ്? 4. നമ്മളുടെ ആൻസർ എന്താ വരിക? 4. കിട്ടിയില്ലേ? വളരെ സിമ്പിൾ അല്ലേ? ആദ്യം നമ്മൾ 225ന്റെ റൂട്ട് കാണുന്നു, ആ വാല്യൂവിനെ 154ന്റെ കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് കാണുന്നു, പിന്നെ അതിനെ നമ്മൾ 108ന്റെ കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് കാണുന്നു, പിന്നെ ആ കിട്ടിയതിന് 25ന്റെ കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് കാണുന്നു, പിന്നെ അതിൻ്റെ ആൻസറിനെ 10ന്റെ കൂടെ കൂട്ടുന്നു, then അതിൻ്റെ റൂട്ട് കാണുന്നു. അപ്പോൾ നമ്മളുടെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പം ആൻസർ ആയില്ലേ? 4 എന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് ഈ റൂട്ടിന് പകരം വീണ്ടും ഇതൊരു റൂട്ടിനകത്താണ് എന്നുണ്ടെങ്കിലോ അതുകൂടെ അങ്ങനെയും കൂടെ നോക്കണം, ശ്രദ്ധിക്കണം. ഇനി ഈ റൂട്ടിനകത്ത് ഇത് ഇപ്പുറത്ത് വേറൊരു സംഖ്യയില്ല, പക്ഷേ ഈ റൂട്ടിൻ്റെ വാല്യൂ നമ്മൾക്ക് കിട്ടി 4. പക്ഷേ ഈ റൂട്ടിന് പുറമെ ഇതിൻ്റെ ഈ വാല്യൂ ആണ്, ഇതിൻ്റെ വാല്യൂ ആണ് √10 പ്ലസ് 6. ഇതാണ് നമ്മൾ ഇവിടെ കണ്ടുവച്ചിരിക്കുന്നത് അല്ലേ? √10 പ്ലസ് 6 16. √16 എന്നുള്ളത് ഇതാണ് കിട്ടുന്നത്. ഇതാണ് √16. പക്ഷേ ഈ √16ന്റെ ആൻസർ 4 കിട്ടി. അതിലൂടെ നമ്മൾക്ക് നിർത്താനായിട്ട് പറ്റില്ല, കാരണം ഇവിടെ പുറത്തൊരു റൂട്ടും കൂടെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മളത് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ √4ന്റെ ആൻസർ 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ ആൻസറാണ് ഞാൻ ഈ പറഞ്ഞ √2. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളുടെ ആൻസർ എന്താണ്? 4 ആണ് ആൻസർ. ഓക്കെ, പുറമെ ഒരു റൂട്ട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4ന് വീണ്ടും റൂട്ട് കണ്ടിട്ട് 2 ആയിരിക്കും നമ്മളുടെ ആൻസർ. അടുത്ത ടൈപ്പ്, നമ്മൾ ഒരു ടൈപ്പാണ് പഠിച്ചത് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആവുന്ന ടൈമിൽ അല്ലേ? അതിനിടയിൽ എന്തുണ്ട്? ഒരു പ്ലസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നോക്കിക്കോളൂ. 3 ടൈപ്പാണ്. ഇത് 3 ക്വസ്റ്റ്യൻ ആണ്, 3 മെത്തേഡാണ്. ഇത് 3 എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ബേസ് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, വേറെ ഏത് പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കോളൂ. √4 അവിടെ നമ്മൾക്ക് പ്ലസ് ഒന്നും ഇല്ല. അവിടെ എന്താണ്? പ്ലസും മൈനസും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ? ഇൻറ്റു ആണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ്? ഏത് സംഖ്യയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും നമ്മളുടെ ആൻസർ. അപ്പോൾ ഇവിടെയുള്ള സംഖ്യ ഏതാണ്? 4 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 4 ആണ് നമ്മളുടെ ആൻസർ. ഇനി 4ന് പകരം ഇതെല്ലാം 2 ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്? ആൻസർ 2 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ റൂട്ട് കാണേണ്ട കാര്യമില്ല, റൂട്ട് കാണേണ്ട, ജസ്റ്റ് ആ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യയാണ് നമ്മളുടെ ആൻസർ. കിട്ടിയില്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. √21 പ്ലസ് √21 പ്ലസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ഏതാണ്? 21 ആണ്. പക്ഷേ ഇതിനിടയിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു സൈൻ ഉണ്ട്. ഏതാണ്? പ്ലസ് എന്ന ചിഹ്നമുണ്ട് അല്ലേ? അപ്പോൾ √21 പ്ലസ് √21 പ്ലസ്, അങ്ങനെ പ്ലസ് എന്ന സൈനാണ് നമ്മളുടെ ഇങ്ങനെയുള്ള റിപ്പീറ്റ് ചെയ്യുന്ന സ്ക്വയേഴ്സിൻ്റെ റൂട്ട്സിൻ്റെ ഇടയിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? റിപ്പീറ്റ് ചെയ്യുന്നതെല്ലാം ഒരേ സംഖ്യ ആയിരിക്കണം കേട്ടോ. പിന്നെ കണക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഏതാണോ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ആ സംഖ്യ കഴിഞ്ഞ് സ്ക്വയർ റൂട്ടുള്ളൊരു സംഖ്യ ഉണ്ടാവുമല്ലോ, ആ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് ഓക്കെ ആണ് നമ്മളുടെ ആൻസർ.
അപ്പോൾ 21 കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഉള്ള ഒരു സംഖ്യ ഏതാണ്? അതിന് തൊട്ട് വരുന്നത് 21 കഴിഞ്ഞ് വരുന്നത്. 22-നുണ്ടോ? 23-നുണ്ടോ? 24-ന് സ്ക്വയർ റൂട്ട് ഉണ്ടോ? 25-നുണ്ടോ? ഉണ്ടല്ലേ? എങ്കിൽ നോക്കിക്കോളൂ, അതന്നെ നമ്മളുടെ ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് 25. എന്താ റൂട്ട് 25ന്റെ ആൻസർ എന്താണ്? 5. അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? 5 ആണ് കേട്ടോ ആൻസർ. കിട്ടിയില്ലേ? ഇനിയിപ്പോൾ ഇത് 21 അല്ല, ഇനിയിപ്പോൾ 21-ന് പകരം ഇനിയിപ്പോൾ നമ്മൾക്ക് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 18 വന്നാലും 19 വന്നാലും 20 വന്നാലും എല്ലാം ഏതാണ്? 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ക്വയർ റൂട്ടുള്ള സംഖ്യ ഏതാണ്? 25 ആയിരിക്കും അല്ലേ? അപ്പം അങ്ങനെയുള്ളതിൻ്റെ എല്ലാം റൂട്ട് ഓഫ് 17 അല്ലെങ്കിൽ റൂട്ട് ഓഫ് 18 റൂട്ട് ഓഫ് 19 ഏതിൻ്റെയും ആൻസർ എന്തായിരിക്കും? 5 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എങ്കിൽ ഇനി അടുത്ത പ്രോബ്ലം നോക്കിക്കോളൂ. ഇത് മനസ്സിലായില്ലേ? രണ്ടും മനസ്സിലായില്ലേ? ആദ്യത്തേത് ഇടയിൽ കണക്ഷൻ സയൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ഏതാണ്? ആ സംഖ്യയാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് അല്ല, ആ സംഖ്യയാണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്തത് നമ്മൾ ഏതാണോ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ആ സംഖ്യ പ്ലസ് ആണ് ഇടയിലുള്ള സൈൻ എന്നുണ്ടെങ്കിൽ ആ സംഖ്യ കഴിഞ്ഞ് പ്ലസ്, അപ്പം ആ സംഖ്യ കഴിഞ്ഞ് വരുന്ന സ്ക്വയർ റൂട്ടുള്ള സംഖ്യയുടെ സ്ക്വയർ കണ്ടുവയ്ക്കുക. ഓക്കെ, റൂട്ട് കണ്ടുവയ്ക്കുക. ഇനി അടുത്തത് നെഗറ്റീവ് ആണ് വരുന്നത്, മൈനസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതേപോലെ തന്നെയാണ് മൈനസ് വരുമ്പോൾ, പക്ഷേ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. ഇത് നമ്മൾ എന്താ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ കഴിഞ്ഞു വരുന്നതല്ലേ പ്ലസ്, കാരണം ആഡ് ചെയ്ത് വരികയാണ്, ഇത് കുറഞ്ഞു വരികയാണ് അല്ലേ? അപ്പം ഇത് ഇതിന് മുന്നേ, ഇത് ഇതിന് ശേഷം, അപ്പം ഇതിനേക്കാൾ ചെറിയ സംഖ്യ. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ഏതാണോ അതിൻ്റെ മുൻപ് ഏറ്റവും അടുത്തുള്ളത് കേട്ടോ. അതിന് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 എടുത്ത് കൊടുക്കാൻ പാടില്ല, 4-ന് സ്ക്വയർ റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 4 കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ തൊട്ട് പുറകിലായി വരുന്ന സ്ക്വയർ റൂട്ടുള്ള സംഖ്യ ഏതാണോ അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ആൻസർ. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ടുള്ള സംഖ്യ ഏതാണ്? 11 കഴിഞ്ഞ് മുന്നേ 10-നുണ്ടോ? ഇല്ല, 9-നുണ്ട് അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 9 ആൻസർ? 3 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പം നമ്മൾക്കറിയാം 12-ന് പറഞ്ഞു കഴിഞ്ഞാലും 13-ന് പറഞ്ഞു കഴിഞ്ഞാലും 14 ആയാലും 15 ആയാലും ഇനി 10 ആയാലും എല്ലാം നമ്മളുടെ ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. കാരണം അതിന് പുറമെ ഏതേ ഉള്ളൂ, അതിന് ബാക്കിലോട്ട് ഏതിന് മാത്രമേ ഉള്ളൂ? 9-ന് മാത്രമേ സ്ക്വയർ റൂട്ട് ഉള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു ഏതൊരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടുള്ളതെന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കിട്ടിയില്ലേ? ഇതെന്ന് പറഞ്ഞാൽ പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? മുന്നിലോട്ട് പോകണം, മുന്നിലോട്ടുള്ളതിലെ ഏറ്റവും അടുത്തിട്ടുള്ള ഏറ്റവും തൊട്ടുള്ള എന്തെന്ന് പറയുന്നത്? സ്ക്വയർ റൂട്ടുള്ള സംഖ്യ ഏതാണോ അത്. ഇനിയിപ്പോൾ ആദ്യം ഒരു സംഖ്യ ഉണ്ട്, ഇവിടെ നമ്മൾ പറഞ്ഞു 21 കഴിഞ്ഞ് 25 ഉണ്ട്, 25 കഴിഞ്ഞാൽ പിന്നെ 36 ഉള്ളത്, പക്ഷെ 36 എടുക്കാനൊന്നും പറ്റില്ല, നമ്മൾക്ക് തൊട്ടുള്ളത് ഇതിന് തൊട്ടുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ 11-നും അതേപോലെ തൊട്ടുള്ളത് 9 നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ കിട്ടിയില്ലേ? 3 ടൈപ്പ് മനസ്സിലായില്ലേ? ആദ്യത്തെ ടൈപ്പ് വേറെ ഒന്നുമില്ല, ഏറ്റവും അവസാനത്തിൻ്റെ റൂട്ട് കാണുക, പിന്നെ അതിന് പ്ലസ് ആണെന്നുണ്ടെങ്കിലും അത് ചെയ്യുക. ഇനി പ്ലസ് അല്ലാന്നുണ്ടെങ്കിൽ മൈനസ് ആണെന്നുണ്ടെങ്കിൽ മൈനസിനും അതേപോലെ തന്നെയാണ് കേട്ടോ. മൈനസും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നു. അങ്ങനെ കണ്ട് അവസാനം ഉള്ളതിൻ്റെ സ്ക്വയർ റൂട്ടും കാണുക എന്നുള്ളതേ ഉള്ളൂ. അത് പ്രശ്നമില്ലല്ലോ. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ തന്നെ. ഓക്കെ, ഇനി സ്ക്വയർ റൂട്ട് വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഖ്യയാണ്, പക്ഷേ ഇടയിൽ പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ഒരു സംഖ്യ ഏതാണോ ആ സംഖ്യ, സ്ക്വയർ റൂട്ടുള്ള സംഖ്യ ഏതാണോ ആ സംഖ്യയുടെ സ്ക്വയർ റൂട്ട്. ഇനി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയുടെ തൊട്ട് മുൻപേ ഉള്ള സ്ക്വയർ റൂട്ടുള്ള സംഖ്യയുടെ സ്ക്വയർ റൂട്ടാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നും ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം ഇത് നിങ്ങൾക്ക് പക്കയായി കാണും അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാക്സിമം നമ്മളുടെ ഈ ചാനൽ എല്ലാവരിലേക്കും എത്തുവാനായിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഇനിയും വെറൈറ്റി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.